ഇവേറ്റർ ഒരു വെറൈറ്റി നെയിം ആണ് അല്ലേ. മോൺട്രയുടെ LCV സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും പുതിയ ഒരു ലക്ഷൂറിയസ് ട്രക്ക് ആണ് ഇവേറ്റർ. മോൺട്രയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നമ്മുടെ നാട്ടിൽ സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. സോ ഇലക്ട്രിക് സെഗ്മെന്റ് ഓൾറെഡി നല്ലൊരു സക്സസ് റേറ്റ് മോൺട്ര കാഴ്ചവെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ട്രക്കാണ്. 1.7 ടൺ പേലോഡ് കപ്പാസിറ്റിയോട് കൂടി 245 കിലോമീറ്റർ ഐഡിയൽ റേഞ്ച് കണ്ടീഷനും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ റോഡ് കണ്ടീഷൻസും പിന്നെ ലോഡും ഒക്കെ കയറുമ്പോൾ അനുസരിച്ചിട്ട് 170 മുതൽ 180 കിലോമീറ്റർ വരെ റേഞ്ച് തരുന്ന ഒരു വാഹനമാണിത്. അങ്ങനെ നോക്കുമ്പോൾ LCV സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഒരു വാഹനമാണ് ഇവേറ്റർ. വേറൊരു പ്രത്യേകത കൂടെ ഈ വാഹനത്തിനുണ്ട്. LCV സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ ലോഡ് ബോഡി വരുന്ന ഒരു വാഹനമാണിത്. 10.4 അടി നീളവും 5.7 അടി വീതിയുമാണ് വരുന്നത്. 40 kWh ആണ് ബാറ്ററി പാക്ക് വരുന്നത്. അക്കാര്യത്തിലും മോൺട്ര തന്നെയാണ് LCV സെഗ്മെന്റിൽ മുന്നിൽ നിൽക്കുന്നത്. 2 വേരിയന്റ്സിലാണ് ഇവേറ്റർ വരുന്നത്. ഇവേറ്റർ E350L എന്ന് പറയുന്ന മോഡലും ഇവേറ്റർ E350X എന്ന് പറയുന്ന മോഡൽ. വാഹനത്തിന്റെ ലുക്ക് വൈസ് നോക്കുമ്പോൾ അതിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷിലും പെയിന്റ് ക്വാളിറ്റിയിലും ഒന്നും ഒരു കുറവും തന്നെ അവർ വരുത്തിയിട്ടില്ല. മോൺട്രയുടെ ഒരു ലോഗോ മിഡിലായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവേറ്റർ എന്ന ബ്രാൻഡ് നെയിം ഇവിടെ പ്ലാസ്റ്റിക്കിലും ക്രോം ഫിനിഷിലും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഹാൻഡില് ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, അല്ല പ്രീമിയം കാർസിലൊക്കെ കാണുന്ന പോലെ. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റെപ്പ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഊഹിക്കാൻ പറ്റുമോ? 197 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമ്മുടെ SUV കാർസിലൊക്കെ കാണുന്ന അത്രയും തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പൊ സ്മൂത്ത് ആയി ഏത് ടെറൈനിലും കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ചാർജിങ്. നോർമൽ AC ടൈപ്പ് സ്ലോട്ട് ഇവിടെ മുകളിലും CCS2 സ്ലോട്ട് താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ വീട്ടിൽ നിങ്ങൾ നോർമൽ AC കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ 10 മണിക്കൂറും 40 മിനിറ്റ് കൊണ്ടാണ് ഫുൾ ചാർജ് ആവുന്നത്. CCS2 ചാർജറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറും 17 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. അടിപൊളിയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1.7 ടൺ പേലോഡ് കപ്പാസിറ്റി ആണ് വരുന്നത്. നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ട് കണ്ടെയ്നർ ബോഡി ആക്കാം, നോർമൽ കാർഗോ ടൈപ്പ് ആക്കാം. കണ്ടെയ്നറിൽ തന്നെ കണ്ടൻസ്ഡ് ഉണ്ട്, നോർമലും ഉണ്ട്. ഞാൻ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഏകദേശം 6 അടിയോളമാണ് ഹൈറ്റ് വരുന്നത്. ഒരു ഹെവി ഡെലിവറിക്കൊക്കെ കൊണ്ടുപോവാണെങ്കിൽ ഇതൊരു അടിപൊളി വാഹനമാണ്. ഏകദേശം 70-ൽ കൂടുതൽ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒറ്റ ടേക്കിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും. GVW പറയുമ്പോൾ 3490 കിലോ ആണ് വരുന്നത്. 2677 mm വീൽ ബേസ് ഉള്ള സിയറ്റിന്റെ ടയേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്കിലെ ഡ്രം ബ്രേക്കും ആണ് വരുന്നത്. 2 സ്റ്റേജ് പാരബോളിക് സസ്പെൻഷൻ വരുന്നുണ്ട് ഫ്രണ്ടും റിയറും. പിന്നെ മോട്ടറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3473 RPM 80 കിലോവാട്ട് പവറും 2500 RPM 300 Nm ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സീറ്റാണ്. 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നല്ല ലെഗ് സ്പേസ് ഉണ്ട്, ഹെഡ് സ്പേസ് ഉണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. 350X എന്ന് പറയുന്ന മോഡലിലേക്ക് വരുമ്പോഴാണ് AC ക്യാബിനും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എല്ലാം വരുന്നത്. ഇനി നമുക്ക് വാഹനം ഒന്ന് ഓൺ ആക്കി നോക്കാം. ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത്. TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഗിയർ നോബ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ, റിവേഴ്സ്, സിറ്റി മോഡ്, പവർ മോഡ്. 2 റൈഡിംഗ് മോഡ്സ് ആണ് വരുന്നത്. എഫിഷ്യൻസി മോഡും പവർ മോഡും. 80 കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡ് വരുന്നത്. വെഹിക്കിൾ വാറന്റി ആണെങ്കിലും ബാറ്ററി വാറന്റി ആണെന്നുണ്ടെങ്കിലും 7 years വരെ വരുന്നുണ്ട്. സർവീസ് അടക്കം നിങ്ങൾക്ക് 7 years ഫ്രീ ആണ്, ഇൻക്ലൂഡിംഗ് ദ ലേബർ കോസ്റ്റ്. ഇപ്പോൾ മോൺട്രയുടെ ഷോറൂം കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ് ആണ് വരുന്നത്. കൊച്ചിയിൽ നമ്മുടെ ആലുവ, അമ്പാട്ടുകാവ്, മെട്രോ പില്ലർ നമ്പർ 150-ലാണ് മോൺട്രയുടെ ഷോറൂം വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.